ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം വരുമോ എന്ന കാര്യം കൂടി നോക്കാം. ശ്രീജിത്ത് അതിനും ശ്രമിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ എന്തു പറയുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. ചാണ്ടി ഉമ്മനും സഹോദരി, നേരത്തെ ചാണ്ടി ഉമ്മൻ്റെ സഹോദരിക്കും സ്ഥാനാർത്ഥിത്വം അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ ചില വാർത്തകളൊക്കെ ഉയർന്നതാണ്. അതിനപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം, അതായിരുന്നു എന്നതാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പത്നി വ്യക്തമാക്കിയ കാര്യം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അമ്മയ്ക്കൊപ്പം വോട്ട് ചെയ്ത് ജോർജിയൻ പബ്ലിക് സ്കൂളിൽ നിന്നും പുതുപ്പള്ളിയിൽ നിന്നും മടങ്ങുകയാണ്. ഇന്ന് പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. പല പ്രതിഷേധങ്ങളുണ്ട്. ഒന്നല്ല, എൻ്റെ പിതാവിനെ അന്യായമായി 1-2 വർഷമല്ല 9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇവരും വേട്ടയാടിയത് മാത്രമല്ല, വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്, ഒരു സംശയം വേണ്ട. അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങി. ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിലുൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിനു ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് ദുബൈക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂളിൽ നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല, ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ എൻ്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അതേ പണി തീരാത്തൊരു സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ പേരിടണം. അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞങ്ങളെ വേട്ടയാടിയതിന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ നാടിനെ ആകെപ്പാട് ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിന്റെ ഇതാണ്. ഇത് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ, കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ ഈ സമൂഹത്തിന്റെ വലിയ എന്താ പറയുക ആചാരത്തിന്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.